മാടായി വടുകുന്ത ശിവക്ഷേത്രം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണ്. കൊലത്തിരി രാജാക്കന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രം മാടായിപ്പാറയുടെ മനോഹാരിതയുടെയും ചരിത്രപരമായ പ്രാധാന്യത്തിന്റെയും ഭാഗമാണ്. ചരിത്രവും സംസ്കാരവും ഇഴചേർന്നു കിടക്കുന്ന മാടായിൽ പൗരാണിക പ്രൗഢിയോടെയുള്ള ഒരു ക്ഷേത്രമുണ്ട്. മാടായി വടുകുന്ത ശിവക്ഷേത്രം ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. മാടായിപ്പാറയുടെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം തന്നെയായി മാറിയ മാടായി വടുകുന്ത ശിവക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ട്. പുരാതനമായ ശിവക്ഷേത്രമാണിത്. കോലത്തിരി രാജാക്കന്മാരാണ് മധ്യകാലഘട്ടത്തിൽ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. ഇവിടെ സ്വയംഭൂവായ ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രം മാടായിപ്പാറയുടെ മനോഹാരിതയുടെയും ചരിത്രപരമായ പ്രാധാന്യത്തിന്റെയും കൂടി ഭാഗമാണ്. ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ ക്ഷേത്രം തകർക്കുകയും പിന്നീട് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പുനർനിർമ്മിക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. ഏഷ്യയിലേക്ക് തന്നെ അതിപ്രശസ്തനായ ശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണ നമ്പൂതിരിപ്പാട് അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യും കണക്കും അനുസരിച്ചാണ് ക്ഷേത്ര കമ്മിറ്റി, നാട്ടുകാരുടെ കമ്മിറ്റി, നാട്ടുകാർ ഒക്കെ ചേർന്ന് ഈ മഹാസംരംഭത്തിന് തുടക്കം കുറിക്കുകയും പിന്നീട് പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ന് സന്ധ്യ മുതൽ ഈ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഉൾക്കൊള്ളാനും അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും ഉള്ള എല്ലാ സംവിധാനവും ഇവിടെയുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ മാടായി വടുകുന്ത ശിവക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്രത്തിനടുത്തുള്ള വേനലിലും വറ്റാത്ത നീരുറവയായ വടുകുന്ത തടാകത്തിനും ചരിത്ര പ്രാധാന്യങ്ങൾ ഏറെയുണ്ട്. എല്ലാ വർഷവും കൊണ്ടാടാനുള്ള ഉത്സവവും ഏറെ പ്രശസ്തമാണ്. ഇത്തവണത്തെ മഹോത്സവത്തിനും കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റി. ഉത്സവത്തിന്റെ ഭാഗമായി 2 നേരങ്ങളിൽ അന്നപ്രസാദവും നൽകുന്നുണ്ട്. എന്തായാലും ഇപ്രാവശ്യത്തെ ഈ ഉത്സവത്തിന്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് 2 നേരം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിനപ്പുറം ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന ഉത്സവത്തിന്റെ സമാപന ദിവസം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ആറാട്ട് സദ്യ, ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും അതുണ്ടായിട്ടില്ല, ആറാട്ട് സദ്യ കൂടി നടത്താനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. മുഴുവൻ ഭക്തജനങ്ങൾക്കും 2 നേരവും ഉച്ചയ്ക്കും രാത്രിയും വിപുലമായ ഭക്ഷണ സൗകര്യം, അന്നദാന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പാനകമുണ്ട്. വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് ഒരുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യവും ഐതിഹ്യങ്ങളുമായി ബന്ധമുള്ള ഈ ക്ഷേത്രം മാടായിയുടെ ചരിത്ര പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ മനോഹരമായ ദീപാലങ്കാരവും ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 8 വരെയാണ് മഹോത്സവം നടക്കുന്നത്. ജനകീയ കൂട്ടായ്മയിൽ വിപുലമായ രീതിയിലാണ് ക്ഷേത്രത്തിലെ മഹോത്സവം കൊണ്ടാടുന്നത്. ഇത്തവണയും ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.